അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മളേവരും പ്രതീക്ഷിച്ചിരുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇബാദത്തുകളിലൂടെ, പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിലൂടെ, ഖുർആനിനെ അടുത്തറിയുന്നതിലൂടെ, ധാരാളം ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നതിലൂടെ, ഇസ്തിഗ്ഫാറുകൾ അള്ളാഹുവിനോട് തേടുന്നതിലൂടെ ഒക്കെ ഈ രാവും പകലും ധന്യമാക്കുക എന്ന ജോലിയിലാണ് നാം മുഴുകാനായി തയ്യാറാകുന്നത്. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ നാം ഇത്യാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ റഹ്മത്തിൻ്റെ മാലാഖമാർ കടന്നു വരേണ്ടതുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഭവനം, നമ്മുടെ വീടുകൾ അതിന് യോഗ്യമായ രൂപത്തിലാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് പഠിക്കുക, ഓർക്കുക, മനസ്സിലാക്കുക. നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള രൂപങ്ങൾ ചുവരുകളിലുണ്ട് എങ്കിൽ തീർച്ചയാണ് അവിടെ എത്ര ഇബാദത്തുകൾ ചെയ്താലും, പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്താലും റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ കയറി വരില്ല. ഇത് വെറുതെ പറയുന്നതല്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടുപേരും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വന്നു. ആ വീടിൻ്റെ പുറം ഭാഗത്ത്, വാരാന്തയുടെ ഭാഗത്ത് ഒരു തുണി മറയായി തൂക്കിയിട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോൾ എന്തോ അനിഷ്ടമായത് പ്രവാചകൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. നബിയുടെ മുഖം അങ്ങോട്ട് വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ കയറാതെ തിരിച്ചുപോയി. മഹദി ആയിഷ ബീവിക്ക് മനസ്സിലായി എന്തോ പ്രവാചകൻ ഇഷ്ടപ്പെടാത്തതുണ്ട് എന്ന്. നല്ല രീതിയിൽ ഒന്ന് പരിശോധന നടത്തിയപ്പോൾ ആ വിരിച്ചിട്ടിരിക്കുന്ന, മറയായി തൂക്കിയിട്ടിരിക്കുന്ന തുണിയിൽ ഒരു ജീവനുള്ള ഒരു ജീവിയുടെ രൂപം അതിനകത്തുണ്ടായിരുന്നു. മഹദി അവർകൾ പെടുന്തനെ അത് അവിടെ നിന്ന് മാറ്റി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ലാ തദ്ഖുലുൽ മലായികതു ബൈത ഫീഹി കൽബുൻ വലാ സൂറ. നായകളുള്ള, രൂപങ്ങളുള്ള ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കയറി വരില്ല. ഇത് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, തുണിയിൽ കണ്ട ഒരു രൂപത്തിൻ്റെ പേരിലാണ് പ്രവാചകന് അനിഷ്ടമായി അവിടെ പ്രകടിപ്പിച്ചതെങ്കിൽ, അത് മനസ്സിലാക്കി കൊടുത്തതെങ്കിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ, അകത്തളങ്ങളിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഫോട്ടോകൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പഠിച്ചു വരുന്ന സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോകൾ, അതുപോലെ തന്നെ കലണ്ടറുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോകൾ, അതുപോലെ തന്നെ ജീവനുള്ള ചെറിയ ചെറിയ ചിത്രശലഭങ്ങൾ പോലെയുള്ളവരുടെ രൂപങ്ങൾ, ഇതൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാകും. ഓർക്കണം, നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, പരിശുദ്ധ റമദാനിൽ ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ ഇതെല്ലാം റഹ്മത്തിൻ്റെ മലക്കുകളുടെ വരവിന് തടസ്സമാണ് എന്ന് തിരിച്ചറിയുക. ചില വീടുകളിൽ, സിറ്റ് ഔട്ടുകളിൽ, വീടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ നായകൾക്ക് കയറാൻ കഴിയുന്ന വിധത്തിൽ തുറന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും. ഓർക്കണം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ജിബ്രീൽ എന്ന മലക്ക് വഹയുമായി ഉടൻ വരുമെന്നെന്നെ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞിട്ടും കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേവലാതിയായി, പ്രയാസമായി. എന്നിട്ട് പറയാൻ തുടങ്ങി, അള്ളാഹുവും അവൻ്റെ ദൂതന്മാരും ഒരിക്കലും വാഗ്ദാന ലംഘനം നടത്തുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടന്നു.
തൻ്റെ കയ്യിലിരുന്ന ഒരു ചെറിയ വടിയുടെ കഷണം അത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ്റെ ദൃഷ്ടിയിൽ നബിയുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ കട്ടിലിനടിയിൽ ഒരു നായയുടെ ഒരു കുഞ്ഞ് നായക്കുട്ടി അവിടെ കിടക്കുന്നതായി കണ്ടു. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു കാണിച്ചു. ആയിഷ ബീബി അത് പുറത്താട്ടിയോടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ ഇവിടെ വരുന്നതിൽ തടസ്സം സൃഷ്ടിച്ചത് ഈ നായക്കുട്ടിയായിരുന്നു എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സംഗതികൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ ഐശ്വര്യങ്ങൾ നിറയണമെന്നാഗ്രഹിക്കുന്നവർ, ഇബാദത്തുകളിൽ മുഴുകുന്നവർ ഈ റമദാനിൽ എന്നല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷേ റമദാനിൽ നമ്മൾ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയിലൊക്കെ ഇബാദത്തിൽ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. അള്ളാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ നന്മകളിലൂടെ മുന്നേറാനും ഈ വിശുദ്ധമായ റമദാനിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.